അളിയാ, ഞാൻ ഈ ഇൻസ്റ്റയിൽ വല്ല തുണിക്കച്ചവടം തുടങ്ങണം. ഇപ്പൊ ഈ റീച്ച് ആയിരിക്കുന്ന എല്ലാ രീതി തന്നെ പരിപാടി. നല്ല പൈസ കിട്ടണമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ മാസം ഒരു 2 പ്രൊമോഷൻ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് പൈസ കയ്യിൽ വന്നേനെ. തുറന്നാ പൈസ പൈസ പൈസ. അതെന്ത് പൈസ ഇല്ലാത്തോണ്ട് നീ നാട്ടിൽ ജീവിക്കണ്ടേ? നിനക്കിപ്പോഴും പൈസയുടെ വില കറക്റ്റ് മനസ്സിലായില്ലല്ലേ? അതാണ് നീ സംസാരിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത്തവണ ബിഗ് ബില്യൺ ഡേ വന്നപ്പോൾ iPhone 60 52,000 രൂപയ്ക്കാണ് അതിലുണ്ടായിരുന്നത്. ഈ 52 രൂപ റെഡിക്ക് കൊടുത്തെടുക്കാനുള്ളവൻ അതിൽ നിന്ന് ഓർഡർ ചെയ്യും. ഇപ്പൊ കൈ പൈസ ഇല്ലാതെ ഒരു പാവപ്പെട്ട ഐഫോൺ എടുക്കണമെങ്കിൽ അവൻ കടയിൽ പോയി EMI ഇട്ട് ഇരട്ടി വിലയ്ക്ക് ഫോൺ എടുക്കും. എന്നിട്ട് മാസം മാസം കിട്ടുന്ന പൈസ മൊത്തം അവ EMI അടച്ച് മുടിയും. പൈസ ഇല്ലാത്ത ഐഫോൺ എടുക്കാൻ പോണ എന്തിന്? അതെന്തു? പൈസ ഇല്ലാത്തവൻ ഒരു യൂട്യൂബർ ആയിക്കൂടെ? പൈസ ഇല്ലാത്തവൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണ്ടേ? ശരി, അത് പോയി. നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ പോയാൽ അവര് പറയും മിനിമം ബാലൻസ് 3000 രൂപ വേണം, ഇല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിക്കും. ഈ 3000 രൂപ അക്കൗണ്ട് ഇടാനില്ലാത്ത പാവങ്ങളെ നോക്കിയിട്ട് എന്തിന് പൈസ പിടിക്കും? ലക്ഷങ്ങളും കോടികളും അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളവരെയൊന്നും പിടിച്ചൂടെ? അത് ചെയ്യൂല. പാവങ്ങളെ കൂട്ടൂല. ഇവിടെ പൈസ ഉള്ളവനെ ഓഫറും ഡിസ്കൗണ്ടും എല്ലാം ഉണ്ട്. അത് ഏത് മേഖല എടുത്താലും അംഗീകരിക്കും. ഇതിൽ നിന്നൊക്കെ കര കയറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പൈസ ഉണ്ടാകും.